ഹായ് 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 ചെയ്യുമാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് സൂര്യ, അത് ആര്യ. ഇത് എൻ്റെ ഏട്ടൻ്റെ കുട്ടി, ചിന്നുവിൻ്റെ ഏട്ടത്തിൻ്റെ കുട്ടി. അങ്ങനത്തെ ഒരു ബന്ധം കൂടി ഞങ്ങൾക്കിടയിലുണ്ട് അല്ലേ? അതായത് സൂര്യ, ഇത് ഏട്ടൻ്റെ കാണിച്ച് ഇങ്ങോട്ട് നോക്കണ്ടേ, ഞാൻ മുല്ലപ്പൂ കാണിച്ചു കൊടുക്കാനാണ്. ഏട്ടൻ്റെ കുട്ടി മുല്ലപ്പൂ ഒക്കെ ചൂടിയിട്ട് വന്നിക്കണ്. സൂര്യയാണത്. ചിരിച്ച അടിപൊളി. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ തുടങ്ങുകയാണ്. ഇന്നത്തെ ദിവസം ഞാൻ സ്റ്റാൻഡിലേക്ക് തന്നെ പോവാണ്. ആര്യ ചായ കുടിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. ആര്യൻ്റെ മുല്ലപ്പൂവാ കാണിക്കണേ. വാവ്, കുളിച്ചിട്ടില്ല. കുളി കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മുല്ലപ്പൂ ചൂടാ. ആദ്യം ഒന്ന് ചായ കുടിക്കട്ടെ അല്ലേ? ഇന്നെന്താ ചായക്കടി? ഉപ്പുമാവും മാത്രമേ ഉള്ളൂ. ആ പഴം കഴിഞ്ഞോ? മൈസൂർ പഴം കഴിഞ്ഞു. ഫ്രിഡ്ജിലില്ലല്ലോ. ചിലതൊക്കെ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് നാശമായി പോവുകയാണ്. എന്താ കാട്ടണം? സൂര്യ ചായ കുടിച്ചു. എന്താ ചായക്കടി? കടലയാണ് സൂര്യക്ക് ചായക്കടി. കടലയൊക്കെ എന്തേന്നൊക്കെ അറിയില്ല, കടലയാണ് നോക്കറിയാം അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണാൻ സുഹൃത്തുക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊക്കെ കമൻറ്റ് ചെയ്താലും മറക്കരുത്. ഇപ്പം ചേച്ചിനെയും കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ ചായ കുടിക്കുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. ടാറ്റാ, ബൈ ബൈ. പോയി ചായ കുടിക്ക്. ചായ കൊടുത്ത് വെച്ചിക്കണ്. വണ്ടീൻ്റെ വാലിലേക്ക് ഒന്ന് വരണം. പിന്നെ വാഴ 2 സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണണം. അസ്ലമിന് സിനിമ എന്ന് പറഞ്ഞൊരു ഭയങ്കര റാങ്കാണ്. അപ്പോൾ ഇന്ന് അസ്ലമിൻ്റെ 2-3 ടോക്കൊക്കെ ഞാൻ അതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. അവന് ക്യാമറയുടെ മുന്നേ എസ്കേപ്പ് ആവാണ്, അവനെ കിട്ടുന്നില്ല. വാട്ട് ഇസ് ദിസ്? ഉപ്മാവ് അവില് ഇതൊന്നും നമുക്ക് വല്ലാതെ അത് കയറൂല. എന്ന് കരുതി തിന്നാക്കൂല, തിന്നും. പിന്നെ ആര്യൻ്റെ മാതിരിയൊക്കെ കാട്ടണം. ചായയൊക്കെ ഒഴിച്ചിട്ട് ഉണ്ടോ അല്ലേ? ആര്യ ചായയൊക്കെ ഒഴിച്ചിട്ടാണ് ആര്യ തിന്നത്. എനിക്കാണെങ്കിൽ അങ്ങനെ തിന്നാൻ തന്നെ അറിയില്ല. പണ്ട് നമ്മൾ കുട്ടികളൊക്കെ ആയിരുന്നു. ചെക്കന്മാരൊക്കെ ആണ് അങ്ങനെയാണ്. എന്നെ കൊണ്ട് കഴിയില്ല എല്ലാം വേണ്ടിയിട്ട്. സൂര്യക്ക് വേണ്ടേ ഉപ്മാവ്? വേണ്ടേ? വേണ്ടി വരും. എന്നാൽ അതെടുത്താ കുടിച്ചിക്കണോ? അവള് കളിച്ചാൻ വേണ്ടി വന്നാണ്. ഒരു രണ്ടാൾ ഈ ടെൻറ്റിൽ കളിക്കും. തന്നോ എനിക്ക്? ഞങ്ങൾക്ക് മേസിയൊക്കെ കൊണ്ടുവന്നിരുന്ന ആൻറ്റിയില്ലേ, അത് തന്നത് എനിക്ക്. വിസുവിന് ഇടാൻ പറഞ്ഞിക്കണ അടിച്ചുകൊണ്ട്. ആര്യക്ക് വിഷിക്കോടി 2 നമ്മള് ഓള് കൊണ്ടുവരുന്ന സാധനമൊക്കെ വാങ്ങലില്ലേ, അപ്പോൾ എനിക്ക് തന്നത്. ഇത് പട്ടുപാവാടയാണ്. അപ്പൊ ഓരെന്നെ അടിക്കൂലേ? ഓളടിച്ചു. ഓരെ കൊണ്ടുതന്നെ അടുപ്പിച്ചാൽ മതിയായിരുന്നു. അതായത് ഇത് നമ്മളെവിടെ ഉള്ള ഒരു ചേച്ചിയാണ്. നമുക്ക് ഇതിന് മുമ്പൊക്കെ പട്ടുപാട് അച്ചായൻ്റെ അല്ലേ? അമേരിക്കയിൽ നിന്നും വന്ന പട്ടുപാവാടായിരുന്നു ആര്യ ആദ്യമായിട്ട് അല്ലേ? അതുണ്ടല്ലേ? അച്ചായൻ്റെ മാസമായോ? അത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഇത് നമ്മളിവിടെ തൊട്ടടുത്തുള്ള ചേച്ചിയുണ്ട്. അതായത് ഇങ്ങനെ മാക്സി കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഇവരുടെ ഇടയിൽ സെയിൽ ചെയ്യും. പിന്നെ ടൈലറാണ് ആള്. അപ്പോൾ ആള് അമ്മ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അപ്പോൾ ആര്യക്ക് വേണ്ടിയിട്ടൊരു എന്താ പറയുക തുണി പീസ് കൊടുത്തതാണ്. വിഷുങ്ങൾക്ക് നിങ്ങൾക്ക് അടിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പാൻറ്റിനോടാണ് ഓക്കെ ഏറെ താല്പര്യം. പാൻറ് സൂര്യക്കുണ്ടോ? നിങ്ങൾ വരിക? ഇത് ഏതോ ഒരു സാരിയാണല്ലോ. അത് തണുപ്പല്ലേ ഫ്രിഡ്ജിൽ എന്നത്? വേണ്ടേ? നിങ്ങൾ അതിന് പൊട്ട് ഞാൻ കൊടുത്താണ്. എങ്ങനെ തിന്നേന്? തണുപ്പാണതേ. കടിച്ചിട്ട് പല്ലൊക്കെ തണുത്ത്. സഹൃദരെ ശ്രദ്ധിക്കുക, 9:40 വീട്ടിൽ നിന്നും ഇറങ്ങുന്നത്. 9:40 ഈ വീഡിയോ ചെയ്യൽ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് നേരത്തെ ഇറങ്ങാൻ വേണ്ടി പറ്റില്ല കേട്ടോ. എന്തൊക്കെയായാലും
എനിക്ക് നല്ല ഉറക്കമുള്ള ആളാണ്. എനിക്ക് നല്ല രീതിയിൽ ഉറങ്ങണം. എന്റെ 8 മണിക്കൂർ നേരമുള്ള എന്റെ ഉറക്കം എനിക്ക് മുഴുവനാകണം. അല്ലാതെ ഒരു 5 മണിക്കൂർ ഉറങ്ങി എണീക്കുക, അതൊക്കെ യാത്രയില്. ഞാൻ യാത്ര പോകുമ്പോ അങ്ങനെയാണ്. ചിലപ്പോ എനിക്ക് 5 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ 4 മണിക്കൂർ 3 മണിക്കൂർ മാത്രം ഉറക്കം കിട്ടിയ ദിവസങ്ങളുണ്ട് എനിക്ക്. മനസ്സിലായോ? തവാങ്ങിൽ ഞാൻ കടന്നുറങ്ങുന്ന സമയത്ത് ഞാൻ 3 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. തണുത്തിട്ട് എനിക്ക് അന്ന് ഉറക്കാൻ കിട്ടിയിട്ടില്ല. അന്ന് കുക്ക് ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതായത് അങ്ങനത്തെ സമയമൊക്കെ ഉള്ളത് നമുക്ക് യാത്രയിലായിരിക്കും. വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്റെ കൃത്യമായ ഉറക്കം എനിക്ക് കിട്ടണം. ഉറക്കാണ് നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ ഏറെ പങ്ക് വഹിക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ നമ്മൾ വെറുതെ കോംപ്രമൈസ് ചെയ്യണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇപ്പൊ ഈ നേരൊക്കെ ആയാലും കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ ഞാൻ 7 മണിക്ക് എണീറ്റാണ്. 7 മണിക്ക് എണീറ്റ് ഇതിന്റെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കാണ് ഈ നേരമായത്. ഞാൻ രാത്രി എഡിറ്റ് ചെയ്തിട്ടില്ല. രാത്രിയിൽ എനിക്ക് വന്നപ്പോഴേക്ക് എനിക്ക് ഉറപ്പ് വന്നു. ഞാൻ ഇവിടെ പാലത്തേക്ക് ഇരുന്നിട്ടല്ലേ പോണെന്നല്ലേ, ഇന്നലെ ഇവിടെ ഇരുന്നിട്ടാ പോണത്. അപ്പൊ ഇവിടെ ഇരിക്കുമ്പോ ഞായറാഴ്ചയാണ്. കുറച്ചേരം ഇരിക്കുമ്പോ തന്നെ ചെക്കന്മാർ കൂടുതലായിട്ട് ആരിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നിരുന്ന സമയം പോണ അറിയില്ല. അപ്പൊ ഇന്നലെ വീട്ടിൽ എത്തിയപ്പോ തന്നെ 11 മണിയായിട്ട്. അപ്പൊ അതാണ് സംഭവിച്ചത്. അപ്പൊ ഇതാണ് അസ്ലാം. അതിലെ പോണ്ടേ സിനിമ കൊണ്ടേ? സിനിമക്ക് പോണം. വായറ്റു ഞങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറ. ജോഡിയോ 500 റുപ്യ ഓടി നേരമായപ്പത്തിന് രാവിലെ പാണ്ടിക്കാട്. മാഷാള്ള. അപ്പോൾ സ്റ്റാൻഡിൽ നോക്കുമ്പോഴേക്ക് ആളുകളൊന്നുമില്ല. ഏതായാലും എനിക്ക് കുറച്ച് കണ്ടിട്ട് ചായ കുടിക്കണം. ഉണ്ടാവോ ചായ കുടിക്കുക? ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചു. ഏതായാലും ഞാൻ ചായ കുടിക്കാം. ഞങ്ങൾ 3 ആളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ഫസ്റ്റ് ഗ്യാപ്പിൽ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് വണ്ടിയാണ്. ഫസ്റ്റ് ക്ലാസ് വണ്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട സ്റ്റാൻഡിൽ ആരിലൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. 9:55. അധികം വണ്ടി ഇല്ലെന്ന്. വണ്ടി വളരെയധികം കുറവാണ് സ്റ്റാൻഡിൽ. അതായത് നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ കേട്ടോ. വെയിറ്റിംഗ് ആണ്. നമ്മൾക്കൊരു എവിടെ കിട്ടിയാലും കുഴപ്പമില്ല. ചെറുതോ വലുതോ ഒന്നുമില്ല. എവിടെ കിട്ടിയാലും ഇന്നത്തെ ദിവസം നമുക്ക് വല്ല ഓടാനും പറ്റില്ല. ഇനിയിപ്പോൾ സിനിമ കഴിഞ്ഞിട്ട് കുട്ടികളെ കൊണ്ട് സ്ഥലം വരെ പോകാണ്ട്. കൈനീട്ടം ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്കായിരുന്നു. താലൂക്ക് ഹോസ്പിറ്റൽ കൊണ്ടുപോകും. 30 രൂപ. നല്ല തിരക്കുണ്ടല്ലോ ഇന്ന് ഹോസ്പിറ്റലിൽ. തിങ്കളാഴ്ച ആയതുകൊണ്ടാവാം ഇത്രയും തിരക്ക്. ഞാൻ ഗ്യാസിന്റെ കാര്യം, ഗ്യാസ് കിട്ടിയില്ലല്ലോ നമുക്ക് ഇത്ര ദിവസമായിട്ട്. നമ്മൾ അന്ന് ഗ്യാസിന് വാങ്ങിച്ചിട്ട് അലഞ്ഞെങ്കിൽ കിട്ടിയില്ല. അപ്പൊ ഗ്യാസിന് വിളിച്ചു നോക്കണം. അത് കിട്ടുമല്ലോ എന്നറിയാം. ഓഫീസിക്ക് വിളിച്ചു, ഗ്യാസ് എവിടെ നിന്ന് കിട്ടും ചോദിച്ചു. അപ്പോൾ ഗ്യാസും കൊണ്ട് നടക്കുന്ന ഗ്യാസും വണ്ടി ഒരു ഏരിയയിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഏരിയ ഞാനും തമ്മിൽ ഒരു 5-6 കിലോമീറ്ററിന്റെ മാറ്റമുണ്ട്. പക്ഷെ ആ ഏരിയയിൽ എവിടെയാണെന്നുള്ളത് കറക്റ്റ് ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് ആ വണ്ടിക്കാരന്റെ നമ്പർ ഞാൻ വാങ്ങി. അദ്ദേഹത്തിന് വിളിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് കിട്ടുന്നില്ല, റീച്ച് ആവണില്ല. അപ്പോൾ ഞാൻ ഇതിന്റെ ഒരു കാര്യം ചിന്തിക്കുവാണ്. ഇവിടെ ഒരു ഗോഡൗൺ ഉണ്ട്. ആ ഗോഡൗൺ അവിടെ 2-3 ആൾക്കാർ മടക്കുണ്ട്. ഓരോ കയറ്റി കൊണ്ടായാലോ, അവരെ കൊണ്ടുപോവാം. നമ്മളുടെ ഗോഡൗൺ, അതായത് ഈ ഗ്യാസിന്റെ വണ്ടി അവിടെ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഇവർക്ക് ശരിക്ക് ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാല് ഏത് ഭാഗത്താണോ കൂടുതലായിട്ട് ബുക്കിംഗ് ഉള്ളത് ആ ഒരു ഭാഗത്തേക്ക് വണ്ടി വിട്ടിട്ട് അവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവരിപ്പോ ചെയ്യുന്നത്. ശരിക്കും ഇവർക്ക് ഇത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഇന്ത്യൻ ഗ്യാസിന്റെ ഗോഡൗൺ ഇവിടെ വണ്ടൂർ ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലുണ്ട്. ബുക്കിംഗ് എടുത്തിട്ട് ഗോഡൗണിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന രീതി ആക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി സുഖമാണ്. അല്ലെങ്കിൽ ഒരു വണ്ടി ഇതേപോലെ സപ്ലൈക്ക് ഇറങ്ങിയാലും ബാക്കിയുള്ളതൊക്കെ ഇവിടുന്ന് ഗോഡൗണിൽ കൂടി സാധനം കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണെങ്കിൽ സുഖമാണ്. ഇതിപ്പോ വെറുതെ ഒരു സ്റ്റെക്ക് ഉണ്ടാക്കിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് ഓട്ടമുള്ള ദിവസമാണ്. പക്ഷേ എങ്കിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ, നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് കൊണ്ട് നമുക്ക് തിയേറ്റർ പോക്ക് നിർബന്ധമാണ്. അല്ലെങ്കിൽ ആ കായ് പോയി കിട്ടും. 150 റുപ്യാണ് നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുമ്പോൾ. അവിടെ പോയിട്ട് അരമണിക്കൂർ മുന്നെടുക്കുമ്പോൾ 130 രൂപയുള്ളൂ ഞങ്ങളുടെ തിയേറ്ററിൽ. പക്ഷെ ആ നേരത്തെ സീറ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. വായൊക്കെ ഫുള്ള്, എല്ലാ ഷോവും ഫുള്ള്. എന്താ ഇത് മാത്രമൊക്കെ ഉണ്ടോ സിനിമ? ഞാൻ വായ 1 ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഹരിഹർ ഫിലിം സിറ്റി വണ്ടൂർ. നമ്മളുടെ വണ്ടി അസ്ലം മാത്രം അവിടെ കൊണ്ടുപോയി നിർത്തിയാണ് തണലത്ത്. അവിടെ എവിടെയൊക്കെ തണലത്ത് കൊണ്ടുപോയി നിർത്താം. ഗ്യാപ്പുണ്ടോ? രാവിലെ തന്നെ വണ്ടി കാട്ടിയോണ്ട് കഴിച്ചില്ല. ഇതുവരെയുള്ള കളക്ഷനാണ് എടുത്തേക്കണേ. 150 തന്നു എടുത്ത് വെച്ചേക്കണേ ഞാന്. 500. ഞാൻ 150 റുപ്യൊക്കെ ഓടിയിട്ടുള്ളൂ. കുഴപ്പമില്ല. ചിലപ്പോൾ ഓനോടും, ചിലപ്പോൾ ഞാനോടും, ചിലപ്പോൾ അങ്ങനെ രണ്ടാളും ഓടില്ല. അങ്ങനെയൊക്കെ തന്നെ ഇത്. പോയോട്ടെ, വണ്ടിയൊക്കെ തണലത്ത് നിർത്തിയേക്കണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതിന്റെ അപ്പുറത്താണ് നമ്മൾ ഇന്നാൾ മീൻ പിടിച്ചത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്ന നമ്മുടെ വീടെത്തി. ഈ പാടത്ത് കൂടെ ഒക്കെ നമ്മൾ ഒരു വട്ടം മഴയൊക്കെ പെയ്തപ്പോൾ ഒക്കെ നടന്നത്. അങ്ങനെയൊക്കെയാണ് തിയേറ്ററിന്റെ മൊത്തത്തിലുള്ള ഒരു കാലാവസ്ഥ. ഒരു ഏരിയ കണ്ടില്ലേ, വണ്ടിനെ ഇവിടെ നിർത്തിയേക്കണ്. കുഴപ്പമില്ല, ഒന്നും പോകാനില്ല. ഓക്കെയാണ്, ടൈറ്റാണ്. പോയോക്കാം. സ്കൂൾ ജീവിതം
ശരിയാണ്. ഇത് സത്യം പറഞ്ഞാല് പടം അടിപൊളിയാണ്, കുഴപ്പമില്ല. നമ്മള് പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണ്ട് പിന്നെ UK മറ്റേക്കൊക്കെ പോയി അങ്ങനെ. പക്ഷെ ആ സ്കൂൾ ജീവിതം നമ്മളോട് നല്ല കണക്ട് ചെയ്തില്ലേ, ആ ഒരു ഫസ്റ്റ് ടൈം ഒക്കെ അല്ലേ. അത് ഉച്ച വരെ കുഴപ്പമൊന്നുമില്ല, നല്ല കളിയും ചൂരൊക്കെ ആയിട്ട് പോകും. ഉച്ചയ്ക്ക് ശേഷം കരയിപ്പിച്ചു. മാഷുണ്ട്, അങ്ങനത്തെ ഒരു മാഷുണ്ട്, അങ്ങനത്തെ ഒരു മാഷുണ്ട്. അത് നല്ലൊരു മാഷുണ്ട്. ബാത്റൂം ഒക്കെ കണ്ടിട്ടില്ലേ നമ്മളെ ബോയ്സത്തെ ബാത്റൂം ഒക്കെ കണ്ടുള്ള എന്തൊക്കെ എഴുതി വരച്ചു കിട്ടി. പടം കുഴപ്പമില്ല. ഞങ്ങൾ പടം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോവാണ്. മൊത്തം നാട്ടുകല്ലേ, നാട്ടിൽ 3 മണിയാവാനായി. ഞാൻ ചോറൊക്കെ ഉണ്ട്, അത് തിയേറ്ററിൽ നിന്ന് വന്ന് ചോറൊക്കെ ഉണ്ട് അങ്ങാടിയിലേക്ക് തന്നെ പോവുകയാണ്. നല്ല ചൂടുണ്ട്, നല്ല വെയിലുണ്ട്. ആദ്യം ഉണ്ട് അവിടെ അമ്മേൻ്റെ അപ്പം വിറകട്ടിയേക്കണം. കഴിഞ്ഞൊരു വീട്ടിൽ പറഞ്ഞത് വിറകട്ടി ഫ്രീ ആകുമ്പോഴൊക്കെ വിറകട്ടി വെക്കുന്നത് അമ്മയുടെ ഒരു ഹോബിയാണ്. അതുകൊണ്ട് വേറൊരു ഗുണമുണ്ട്, ചെതൽ കയറില്ല, വിറകിന് കേടുപാടുകൾ സംഭവിക്കില്ല, അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട്. പിന്നെ വെറുതെ ഇരിക്കുന്ന ഒരു മുഷിപ്പം പരിപാടി ഒഴിവാക്കാം, ആക്റ്റീവായിട്ട് ഇങ്ങനെ രസം, നമുക്കതൊരു രസമാണ്. നമ്മൾ സിനിമക്ക് പോകുന്നതിന് മുമ്പ് വരെ 150 രൂപയ്ക്കാണ് ഓടിയത് ഞാൻ പറഞ്ഞല്ലേ. അപ്പം ഇനിയാണ് നമ്മൾ ഓടാൻ വേണ്ടി പോകുന്നത്. ഇന്ന് പക്ഷേ എങ്കിൽ നമ്മൾക്ക് മുഴുവനായിട്ട് ഓടാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അതായത് മൈക്ക ഹോണല്ലേ നോക്കിയതാണ്, മുഴുവനായിട്ട് ഓടാൻ വേണ്ടി പറ്റില്ല, കുറച്ചേരെ പറ്റുള്ളൂ. പിന്നെ ഇതൊക്കെ തന്നെ ഉള്ളടോ, ഒരു ഡെയിലി വീട് ഫോട്ടോ, യൂട്യൂബിൽ വീഡിയോ ഷൂട്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, ഇതൊക്കെ ഇങ്ങനല്ല. പിന്നെ ഒരു സിനിമ അതൊക്കെ തന്നെ ഉള്ളൂ. മറ്റെന്താ വെച്ചാൽ യാത്ര പോകണതാ കാണുന്നൊരു വിചാരം എൻ്റെ ഊരമ്മക്കായുള്ള മാതിരിയാ. ഞാൻ യാത്ര പോകുമ്പോഴേ ആ യാത്രയൊക്കെ ഞാൻ പോയത്, എൻ്റെ യാത്രക്ക് വേണ്ടി ഞാൻ ഇവനെ വരെ പണയം വെച്ചിട്ടുണ്ടാവും. ഇവനെ വരെ പണയം വെച്ചിട്ട് ഞാൻ യാത്രകൾ പോയത്. ഓർമ്മകളായിപ്പോ. ഫസ്റ്റ് ക്യാപ്പിലാണ്, നല്ല പൊളിഞ്ഞട്ടി വെയില കണ്ടങ്ങള്. ഇവിടക്കായിട്ട് ഇരിക്കണ സീറ്റ് ഉണ്ടാ, ഈ വെയിലും കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇവിടെ നീച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാല് ഇവിടെ കഴുകന്മാരെ മാതിരിയാ, റാഞ്ചും മുന്നത്തോലും റാഞ്ചും, ചിലപ്പിന്റെ ബാക്കത്തോലും റാഞ്ചും, എല്ലാവരും റാഞ്ചും. ആരും പറയാൻ വേണ്ടി പറ്റില്ല, എല്ലാവർക്കും പുതുമന്ന് കിട്ടിയിട്ട് തന്നെ വേണ്ടേ. ആളുകളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങാടിയിൽ, ആളുകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ സിനിമക്ക് ഒരു നഷ്ടമൊന്നുമില്ല കേട്ടോ. മൊത്തത്തിലുള്ള അഭിപ്രായം മോശമാണ് ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത്. നഷ്ടമൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ അതൊന്നും ചിന്തിക്കില്ല. പോയി കഴിഞ്ഞാൽ പിന്നെ പോയി, അത്ര തന്നെ. ഏതായാലും ഇനി കിട്ടാൻ പോകുന്നത് എവിടുക്കും അറിയില്ല. ഒരു 100-300 രൂപയുടെ ട്രിപ്പൊക്കെ കിട്ടിക്കണെങ്കിൽ ഒറ്റടിക്ക് പോകണം. ഇതിന്റെ 300 രൂപ ട്രിപ്പാണ് ആ വണ്ടിയിൽ പോകണം കേട്ടോ. 300 രൂപ ട്രിപ്പ് എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് വേണമെങ്കിൽ അത് ആക്കാറുന്നു. അതായത് ഞാൻ ആ ഒരു ഷോട്ട് കട്ടാക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി വന്ന് കയറിയിട്ട് പറഞ്ഞു, ഒരു ചുള്ളിയോട്ടേക്കുള്ള ഒരു ബസ് പോയിക്കണം. ചുള്ളിയോട്ട് എന്ന് പറയുമ്പോൾ പൂക്കോട്ടുംപാട മാറ്റിക്ക് പോകണ ഒരു ബസ് പോയിരുന്നു. ആ ബസ്സിനൊന്ന് പിടിച്ചു ചോദിച്ചു നോക്കാൻ. നമുക്ക് കർണാടക വിട്ടതാണ്. അതിൽ കുറച്ച് സ്പീഡിൽ പോന്നപ്പോഴേക്ക് ചേച്ചിക്ക് ചെറിയൊരു പേടി പിടിക്കും. നമ്മൾ സ്പീഡ് പോരുമ്പോഴേക്ക് ഹോർണടി ബ്രേക്ക് ഔട്ടിലൊക്കെ സ്പീഡാവും. അപ്പോൾ ചേച്ചി പറഞ്ഞു, അല്ല ഞാൻ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, കുഴപ്പമില്ല, അല്ല പ്രശ്നമല്ല, നോക്കാറ്. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചുള്ളിയോട്ടേക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ വാണിയമ്പലത്തേക്ക് നിന്നൊക്കെ പിടിക്കാറുണ്ട്. അപ്പം 60 രൂപ കിട്ടും. പക്ഷെ നമ്മക്ക് അതിനൊന്നും തോന്നല്ല, ആൾക്കാരല്ലേ. ചിലപ്പോൾ കയ്യിൽ പണമില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല എന്ന് കേട്ടില്ല നിങ്ങള്. എന്നതുപോലെ ഞാൻ ഓരെന്തായാലും ആ ബസ് കയറ്റി വിട്ടു. എനിക്ക് ഒരു 30 രൂപ തരുകയും ചെയ്തു. ഞാനും ഹാപ്പി, അവരും ഹാപ്പി. പിന്നെ ഇപ്പോ ചുള്ളിയോടല്ലേ, നമുക്ക് ഇനിയും പോവാലോ. ചിലപ്പോൾ അടുത്ത നമുക്ക് ചുള്ളിയോട് അയക്കാറ്. നേരത്തെ ആ ഒരു ലോക്കല് കഴിഞ്ഞിട്ട് ഇപ്പൊ സമയം 4:04 ഇപ്പോഴാണ് അടുത്തൊരു ലോക്കല് കിട്ടിയത്. അത് എൻ്റെ നാട്ടിലേക്ക് തന്നെ ആയിരുന്നു. 30 രൂപ, 30-60 ആട്ടോ ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടിയത്. ഏതായാലും ഇനിയിപ്പോ വല്ലാതെ ഓടൽ നടക്കൂലെന്ന്. അതാണ് ചെങ്ങായിമാരെ ശ്രദ്ധിക്കട്ടാ. അതായത് നമ്മളെ അടുത്തൊരു ട്രിപ്പ് പോന്നിരിക്കുകയാണ്. അടുത്തൊരു ട്രിപ്പ് നമ്മൾക്ക് 130 രൂപയുടെ ട്രിപ്പായിരുന്നു കിട്ടിയിരുന്നത്. ഒരു 140 കഴിഞ്ഞ് നമ്മൾ ടൗണിലേക്ക് എത്തി, ഒരു ലോക്കൽ എടുത്തു, ഒരു 30 രൂപ ട്രിപ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് രണ്ടാമതൊരു 130 രൂപയുടെ ട്രിപ്പ് 6 കിലോമീറ്റർ ദൂരത്തേക്ക്. സ്ഥലത്തിന്റെ പേര് ശാന്തി എന്ന് പറയുന്ന സ്ഥലമാണ്. ഒരു ടൗണിലേക്കാണ് പോണേ. കൊള്ളാം. ഇതിലുണ്ടെന്ന് അത്യാവശ്യം ആൾക്കാരുണ്ടല്ലോ, അത്യാവശ്യത്തിലേറെ ആൾക്കാരുണ്ട്. ഇതും ബൈക്ക് തന്നെ കേട്ടോ പരിപാടി. ഞാനൊരു ഭാഗത്ത് സൈഡാക്കിയേക്കാം, കാരണം പോക്ക് നടക്കൂലേ.
പോക്കടക്കൂല. സംഗതി ഞാനും റാലിയിൽ കൂടിയിട്ടാ, ഞാനും റാലിയിലാണ്, അല്ലാതെ വേറെ രക്ഷയില്ല. പല ബാക്കിൽ ഇങ്ങനെ പോവാം. ഏതായാലും ബ്ലോക്ക് പരിപാടിയൊക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് കുട്ടികളെയും കൊണ്ട് ഇവിടെ വണ്ടൂരിൽ ഒരു വണ്ടൂർ ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പരിപാടി നടക്കുന്നുണ്ടെന്ന് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചു തരും. അപ്പൊ അവിടെ ഒന്ന് കൊണ്ടുവരാൻ കുട്ടികളെ. ഏതായാലും ബ്ലോക്കൊക്കെയാണ്, ഓടാൻ വേണ്ടിയിട്ട് വല്ലാൻ പറ്റില്ല. അപ്പൊ നമുക്ക് അവിടെ ഒന്ന് കൊണ്ടുവന്നാല് അവരും ഹാപ്പിയായി, നമ്മൾക്കിപ്പോ അതിനെ പറ്റിയ ഗ്യാപ്പ് വേണം. സൂര്യല്ലേ? സൂര്യല്ല, കേട്ടി നോക്കാം. ആളുകളെ ചേച്ചിമാരൊന്നും ഒരു പൊട്ടിക്കം മാറി തരുന്നില്ല. പുറത്തേക്കുള്ള വഴി, അകത്തേക്കുള്ള വഴി എവിടെ? അത് അകത്ത് കയറിയിട്ടല്ലേ പുറത്തേക്ക് ഇറങ്ങാം. പോരി ടിക്കറ്റ് എടുക്കട്ടെ കേട്ടാ. കേറുമ്പത്തെ നല്ല ഫീലൊക്കെ ഉണ്ടല്ലേ. ഇവിടെ പാട്ടുണ്ട്, കോപ്പിറൈറ്റ് ഉണ്ടാവും. ആ അങ്ങോട്ടൊക്കെ വലിയ മീനുകള്, അങ്ങോട്ട് കിടക്ക്, എടുത്ത് കിടക്ക്. ചെറിയ മീനോ? അതൊക്കെ വലിയ മീനാണ്, കാണുന്നില്ല ജ്? ചെറുത്, അത്രയും വലുത് ചെറുതാണ്ട്. വാവ്, കൊള്ളാട്ടാ സംഗതി. കയറി ഇങ്ങനെ പോകണുള്ളൂ. എത്രത്തോളം എങ്ങനെയൊക്കെയാണ് ഇതിവിടെ പറമ്പിൽ സെറ്റ് ചെയ്തതാണ് അവര്, അതാണ് പ്രത്യേകത. അരാപ്പയം കാട്ടാൻ കഴിയൂല അങ്ങനെ. കുളി കഴിഞ്ഞ് തോർത്തൽ തുടങ്ങി. ഓ മൈ ഗോഡ്. ആ ഇത് കൊള്ളാട്ട പരിപാടി. നമ്മൾ എവിടുക്ക പോണതാര്യാ? പേടിയുണ്ടോ? സിംഹം. ഓ ഇത് വല്ലാത്തൊരു ഗാലറി ആണല്ലോ. ആ ഇത് അവതാറിന്റെ സെറ്റ് ഇട്ട പോലെ. എന്താച്ചാ വാങ്ങിക്കച്ചാ? എന്താ ഞാൻ വേണ്ടേ? പോപ്കോൺ വാങ്ങണ്ട നമ്മള്. തൂട്ടുവാരാ ഓക്കെ മാറിക്കോട്ടോ. ഇങ്ങനെ ഇടയിൽ കൂടെ അടക്കല്ലേ, എന്റെ ഉന്നം പോയി. നേക്ക് ഇപ്പോഴും മനസ്സിലായത് ശരിയാണ്. ലാസ്റ്റാട്ടോ, ലാസ്റ്റാണ്. യന്ത്രങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിൽ. സംഗതി കുട്ടികൾക്ക് 100 രൂപയും വലിയവർക്ക് 120 ആണ്. പക്ഷെ അതും കൊടുത്ത് കയറി കഴിഞ്ഞാല് അതിന്റെ ഉള്ളിലുള്ള ഒരു അവതാർ സെറ്റ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ വരുന്ന സംഗതിക്കൊക്കെ 50 രൂപ വെച്ച് ഓരോ ഗെയിമിനും കൊടുക്കണം. ആരെപ്പോ ഇവിടെ പോപ്കോൺ തിന്നുകൊണ്ട് നടക്കാണ്. അങ്ങോട്ട് നോക്ക്, കാലിലോട്ടൊക്കെ നോക്കട്ടോ. നമ്മുടെ വണ്ടി അവിടെ നിർത്തിയാണ്, വണ്ടി എടുക്കുന്നു പോകുന്നു, എസ്കേപ്പ്. കാരണം ഫുൾ ചെലവാണ് ഇവിടെ, ഫുൾ ചെലവാണ്. ഇവിടുത്തെ പാർക്കിംഗ് ആണത്. പാർക്കിംഗ് ഒക്കെ ഫുള്ളാ. ഫുള്ള് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ഇവിടെ ഒരു ലൈന് പോലും വണ്ടി ഇടാല്ല. നമ്മൾ വന്നപ്പോ ആ ഒരു നേരത്തെ നമ്മൾ വണ്ടി നിർത്തിയത് അവിടെ ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി കംപ്ലീറ്റ് ഏരിയ ഫ്രീ ആയിരുന്നു. ഇപ്പൊ അവിടെ ഒക്കെ ഫുള്ളായി, എല്ലായിടത്തും ഫുള്ളായി. 3 മണി തൊട്ട്
9:30 വരെയാണ്. പക്ഷേ എങ്കിൽ 9:30 ഒന്നല്ല, അത് അതിനേക്കാൾ നീളം എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ട് നിൽക്കുവാണ്. കൊള്ളാട്ടോ, എന്നാലും കുഴപ്പമില്ല. ഈ എക്സ്ട്രാ ഗെയിമിനുള്ള പൈസേൻ്റെ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? രസല്ലേ? ഇല്ലേ, ഇത് വെള്ളച്ചാട്ടത്തിലേക്ക് കുളിച്ചാണ്ട് അടിപൊളി. ഓക്കെ, ഓർക്കൊക്കെ ഇഷ്ടമായിക്കണേ. ഞാൻ മൈക്ക് വെച്ചോണ്ടിൻ്റെ സൗണ്ട് മാത്രമേ കേട്ടിട്ടുണ്ടാവുള്ളൂ. ഓലൊക്കെ മൂളയും ഒക്കെ ഉണ്ടായിക്കട്ടോ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ വണ്ടൂർ ഫെസ്റ്റ് കഴിഞ്ഞു അല്ലേ? ഇന്നത്തെ ദിവസം അങ്ങനെ തീരാണ്. 650 ഓടിയത്. നമ്മളിന്ന് പറഞ്ഞ പോലെ സിനിമ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് ഈ പരിപാടിയും കഴിഞ്ഞൊക്കെ പാടെ കഴിഞ്ഞിട്ടാണ് നേരെ ആയത്. അപ്പം ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ അടുത്തല്ല ഇവിടെ ആയിട്ടും പിന്നെ നമുക്ക് വീണ്ടുള്ള കാരണം തുറക്കണമെങ്കിൽ ചാവിൻ്റെ വെച്ചിട്ടുണ്ട്.